ബാലചേട്ടൻ്റെ ഒരു വീട്ടിലെ എന്തോ ഒരു ഫംഗ്ഷൻ, ആൾക്ക് കാട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആ വീട്ടിലെത്തിയോട്ട് ഞാൻ ഇങ്ങനെ മൊത്തം നോക്കാം, അവിടെ അക്വേറിയം അത് ഇതെല്ലാം ഉണ്ട്, നല്ല കുറേ മൊമെന്റ്. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചൊരു എഫക്റ്റ് എന്താ വെച്ചാൽ, നമ്മളൊരു കാർഡ് എടുക്കും, ആ കാർഡ് അതിനകത്തിച്ചിട്ട് ഷഫിൾ ചെയ്യും, ഇത് ഞാൻ അത് മേടിച്ചിട്ട് ചരാന്ന് പറഞ്ഞാൽ എനിക്ക്. അപ്പോൾ അതല്ല, അപ്പം ഞാൻ സങ്കടമായിട്ട് അത് അതിൽ വെച്ചിട്ട് ഞാൻ ഇത് മൊത്തം ഇങ്ങനെ എറിയെന്ന് വെച്ചാൽ ഇങ്ങനെ സ്പ്രിങ് ചെയ്യും, ഇത് അക്വേറിയം. അപ്പം ഇതെല്ലാം ഇങ്ങനെ അവിടെ ഗ്ലാസ്സിൽ തട്ടിയിട്ട് താഴെ വീഴില്ലേ. അപ്പോൾ ഒരു കാർഡ് മാത്രം അതിന് ഒട്ടിയിട്ടുണ്ടാവും. ഒട്ടിയിട്ട് എടുക്കാൻ പോകുമ്പോൾ ഇതിന് അപ്പുറത്താണ് വേണ്ടത്, ഇതിൻ്റെ ഉള്ളിൽ, അക്വേറിയത്തിൻ്റെ ഉള്ളിൽ വെള്ളമെല്ലാം ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് ഒട്ടിയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പം ഞാൻ ഈ ഒരു മൊമെന്റിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ വേറെ 1-2 എഫക്റ്റ് എല്ലാം ചെയ്തിന്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഭക്ഷണം കേക്ക് കഴിക്കുന്നുണ്ട്. പക്ഷേ ഈ മൊമെന്റിന് വേണ്ടി ഞാൻ ഇങ്ങനെ ബിൽഡ് ചെയ്തിരിക്കുക കേട്ടോ. കറക്റ്റ് സമയം വന്നു, ഞാൻ എഫക്റ്റ് കാണിക്കാൻ പോവാണ്. ഞാനിങ്ങനെ ഇതിൻ്റെ ക്ലൈമാക്സ് എല്ലാം കണ്ടു ഓൾറെഡി, എങ്ങനെ ബോ ചെയ്യുന്നൊക്കെ കണ്ടു. ഞാനിങ്ങനെ ഒരു കാർഡ് എടുക്ക്, ബാലചേട്ടൻ ഞാൻ ആളെന്നെ എടുത്തു നോക്കി, ഞാൻ പറഞ്ഞു this is the card. അമ്പ ഞാനേ അങ്ങനെ പറയരുത് എൻ്റെ മനസ്സിൽ. ഞാൻ ഇതിപ്പോ ഞാൻ ഇനി എന്ത് ചെയ്യും, എൻ്റെ ക്ലൈമാക്സ്. അപ്പൊ ആളെനിക്ക് എന്തോ വലിയ ത്യാഗം ഫേവർ ചെയ്യുന്ന പോലെ ഒരു ദയനീയമായൊരു നോട്ടൊക്കെ തന്നെ, അത് പാർപ്പ ആ നോട്ടൊക്കെ തന്നിട്ടാണ് പറയുന്നത്. ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നേ ഇല്ല, ആ കൈൻഡ്നെസ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നേ ഇല്ല. എനിക്ക് നിങ്ങൾ ഇങ്ങോട്ട് വന്നതെന്ന് പറയാനൊക്കെ ഉണ്ട്, ഞാൻ പിന്നെ അത് വിട്ടു, എന്താ പിന്നെ പോട്ടെ, കയ്യിൽ നിന്ന് പോയി. 2 മിനിറ്റ് വെച്ചാൽ ഇങ്ങോട്ട് വെച്ച്, പാപ്പാ നീ തോത്തുപോയി. എനിക്കിന്ന് തിളക്കുന്നുണ്ട് കേട്ടോ, മലയല്ലടാ കുന്ന്, അതാണ് പറയേണ്ടിയിരുന്നത്. ഞാൻ പറഞ്ഞു അന്നാ അങ്ങനെയല്ല, അതെനിക്ക് വേറെ ഇറ്റ്സ് ഓക്കെ വിശ്വസിക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇതുണ്ടല്ലോ, ഞാൻ പറഞ്ഞു ഞാൻ പണ്ട് ഇത് ആ എപ്പിസോഡ് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു. അപ്പൊ ഇയാള് അദ്ദേഹത്തിന് ഹി വോണ്ട് ലിസൺ. അങ്ങനെ ഇറ്റ്സ് ഓക്കേടാ അണ്ണൻ എന്നപ്പോ ഒരു വാക്ക് പറഞ്ഞു. ഞാൻ പറയാം ഇത് ഒച്ചത്തിലാ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ, ഇത് ഇങ്ങനെ വന്ന് അങ്ങനെ വന്നിട്ടാണ്, അപ്പൊ നിങ്ങൾ എന്തിനാണ് വേണ്ടാത്ത. അപ്പൊ ആളെ ഉയരെ പോനാലും പോട്ട് കൊടുക്ക മാട്ടെ, ചൊല്ലിക്കൊടുക്ക മാട്ടെ. ഞാൻ ഒന്നും ചൊല്ലിക്കൊടുക്കണ്ട, എല്ലാവരും കേട്ടു, ഇത് ഒച്ചത്തിലല്ലേ പറയുന്നത്. അതിനുശേഷം ഈ 4-5 വർഷം കഴിഞ്ഞിട്ടും ഇടക്ക് പറയും, ഞാൻ കിട്ടെ തോത്ത് പോയില്ലേ, മറന്നു പോയോ എന്തൊക്കെ അടുത്ത്. ഞാൻ ഏതൊക്കെ രാജ്യത്ത് പോയിട്ട് എന്തെല്ലാം ചെയ്തു, ഈ ഡൊപ്പ മൊക്ക കാട്ടിലേക്ക് ഞാൻ തെറ്റിക്കുന്നത്.